PSCക്ക് മലയാളത്തിൽ നിന്ന് ചോദിക്കുന്ന മറ്റൊരു ഭാഗമാണ് പദശുദ്ധി. പദശുദ്ധിയിൽ നിന്ന് വരുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇത് തെറ്റ് ശരി എന്നിങ്ങനെ രീതിയിലാണ് കൊടുത്തേക്കുന്നത്. അതിനകത്ത് സൃഷ്ടാവ് എന്നാണ് കൊടുത്തേക്കുന്നത്. യഥാർത്ഥത്തിൽ സൃഷ്ടാവാണ്. ചിലവ് അല്ല, ചെലവ്. അനുഷ്ഠിക്കുക, അനുഷ്ഠിക്കുക. അതിനകത്ത് ഡായിൽ വരുന്ന വ്യത്യാസം കണ്ടോ? അനുഷ്ഠിക്കുക, അനുഷ്ഠിക്കുക. അടുത്തത് കവിയത്രി എന്നാണ് കൊടുത്തേക്കുന്നത്. അതായത് കവയിത്രി എന്നാണ്. ഘാതകൻ, ഘാതകൻ. അതിനകത്ത് ദായിലാണ്, തായാകും, ഘാതകൻ. ലൗകികം, കീകമില്ല, ലൗകികം. അടിമത്തം എന്നാണ് കൊടുത്തത്. അടിമത്തം എന്നാണ്. പുനർസൃഷ്ടി, പുനഃസൃഷ്ടി. ഹാർദവം, ഹാർദം. അസ്തമനം, അസ്തമയം. അസ്തമനം അല്ല, അസ്തമയമാണ്. പ്രവൃത്തി, പ്രവൃത്തിയുടെ അത് കണ്ടോ? അതിനകത്ത് വ്യത്യാസം. ഐകകണ്ഠേന, ഐകകണ്ഠേന. അതുണ്ടോ? ഐക്യകണ്ഠേന എന്നാണ് കൊടുത്തേക്കുന്നത്. അതിനകത്ത് ഐകകണ്ഠേന എന്നുള്ളതാണ് ശരിയായിട്ട് വരുന്നത്. ഇതിനകത്ത് കണ്ടോ? ശരിയായ പദം തിരഞ്ഞെടുക്കുക. ഹാർദം, ഹാർദവം, ഹാർദവം, ഹാർദവം. അത് ദായിക്കാണ് അത്യാവശ്യം. ഇതെന്ന് വെച്ചാൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് 2018 ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഇതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. ആൻസർ വരുന്നുണ്ട് ഹാർദം, ഹാർദം എന്നാണ് വരുന്നത്. ബാക്കിയെല്ലാം തെറ്റാണ്. ശരിയായ പദം ഇതിനകത്ത് ഹാർദമാണ്. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ശരിയായ പദം ഏത്? ഐച്ഛികം, ഐച്ഛികം, ഐശ്ചികം, ഐച്ഛികം. കണ്ടോ? അങ്ങനെ ഐശ്ചികം അങ്ങനെയൊക്കെ കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിനകത്ത് സെക്രട്ടറി അസിസ്റ്റൻറ്റ് തന്നെ 2018 ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതിനകത്ത് നമുക്ക് ശരിയായ ഉത്തരം ഏതാണെന്ന് നോക്കാം. ഉത്തരം കണ്ടല്ലോ, ഐച്ഛികം എന്നാണ്. ഐച്ഛികം. കണ്ടോ? ചായയും ചായച്ചയ്ക്ക് ചായയും കൂടെ വരുന്ന ഐച്ഛികം എന്നതാണ് ശരിയായ പദം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പദശുദ്ധി വരുത്തുക എന്നാണ് ചോദിക്കുന്നത്. യഥോചിതം. അത് യഥോചിതത്തിന് പദശുദ്ധി വരുത്തിയിട്ട് എന്താ വരുന്ന ചോദിക്കുന്നത്. അതിനകത്ത് യഥോചിതം, യഥോചിതം. ദായും തായും ഒക്കെ മാറ്റം വരുന്നുണ്ട്. യഥോചിതം, യഥോചിതം. അതിനകത്ത് ഇത് അസിസ്റ്റൻ്റ് ഗ്രേഡ് 2018 ക്വസ്റ്റ്യനാണ്. ഉത്തരം നോക്കാം. ഉത്തരം വരുന്നത് കണ്ടോ? യഥോചിതം. അതിനകത്ത് തായാ വരുന്നത്. മറ്റൊന്നത് അതിനകത്ത് തായിലാണ് മാറ്റം വരുന്നത്. കണ്ടോ? ആൻസർ ഏതോ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ശരിയായ പദപ്രയോഗം കണ്ടെത്തുക. പശ്ചാത്താപം, 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 അതും LDC ഇടുക്കിയിലും ആലപ്പുഴയിലും കോഴിക്കോടൊക്കെ ചോദിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യനാണ് 2017. അത് നമുക്ക് ആൻസർ നോക്കാം. ആൻസർ വരുന്നത് എന്താ? പശ്ചാത്താപം. എ ആണ് ആൻസർ വരുന്നത്. എ ആണ് ആൻസർ വരുന്നത്. പശ്ചാത്താപം. അടുത്ത ക്വസ്റ്റ്യൻ. ശരിയായ പ്രയോഗം ഏത്? ശിരച്ഛേദം, 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 ശിരച്ഛേദം. ഇതിനകത്ത് ഇതും LDC കോട്ടയം വയനാട് 2017 ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഇതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. ആൻസർ കണ്ടോ? ശിരച്ഛേദം എന്ന് ശിരച്ഛേദം. കണ്ടോ? അതിനകത്ത് ബി ആണ് ആൻസറായിട്ട് വരുന്നത്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, LDCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ്. നമുക്ക് ASM പരീക്ഷയ്ക്ക് ഈ ക്വസ്റ്റ്യനൊക്കെ വരാം. കാരണം LDCയുടെ സിലബസ് തന്നെയാണ് നമുക്ക് ASM എക്സാമിന് വരുന്നത്. ഇനി അടുത്തത് വികലമല്ലാത്ത പ്രയോഗമെന്നേതെന്ന് തിരിച്ചറിയുക. സമകാലൻ, സമകാലികൻ, സമകാലീനൻ, സമാനകാലീനൻ. ഇതും LDC മലപ്പുറത്തും തിരുവനന്തപുരത്തും 2017 ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഇതെല്ലാം നമുക്ക് ASM എക്സാമിന് വരാൻ സാധ്യതയുള്ളതാണ്. ഞാൻ ഇതിനകത്ത് കറക്റ്റ് ആൻസർ ഏതാണെന്ന് നോക്കാം. കറക്റ്റ് ആൻസർ B ആണ്. സമകാലികൻ. സമകാലികൻ എന്നാണ് കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. ഇതും നമുക്ക് ഈ ക്വസ്റ്റ്യനൊക്കെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ശരിയായ പദം ഏത്? അടിമത്തം, അടിമത്തം, മൊത്തം, അടിമത്തം, അടിമതം. അതിനകത്ത്
നമുക്ക് ശരിയായ പദം ഏതാണെന്ന് നോക്കാം. ഇതും LDC പത്തനംതിട്ടയിലും പാലക്കാടൊക്കെ ചോദിച്ച ക്വസ്റ്റ്യനാണ്. 2017 ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഇതും ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വരാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ ആൻസർ ഏതാണെന്ന് നമുക്ക് നോക്കാം. അടിമത്തം. കണ്ടോ, ആൻസറായിട്ട് വരുന്നത് എന്താ? അടിമത്തം എന്നതാണ് ആൻസറായിട്ട് വരുന്നത്. ഇതൊക്കെ സിമ്പിളാണ്. പദശുദ്ധി നമ്മൾ ഒന്ന് മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യനൊക്കെ ആൻസർ ചെയ്യാൻ എളുപ്പമായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ശരിയായ പദം എഴുതുക. യശശരീരൻ, യശസ് ശരീരൻ, യശശരീരൻ, യശം ശരീരൻ. ഇത്രയാണ് വരുന്നത്. ഇതും LDC ബിവറേജസിൻ്റെ 2016 ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഇതെല്ലാം മിക്കതും ചോദിക്കുന്ന LDCയിലെ ക്വസ്റ്റ്യൻ അല്ലേ. ഇതെല്ലാം നമുക്ക് വരാനിരിക്കുന്ന ASM എക്സാമിന് ചോദിക്കാൻ നല്ല സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ആൻസർ നോക്കാം. യശശരീരൻ. കണ്ടോ, ആൻസറായിട്ട് വരുന്നത് A ആണ്. ശരിയായ പദം ഏതാ? യശശരീരൻ. യശശരീരനാണ് ശരിയായിട്ടുള്ള പദം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ശരിയായ രൂപം എഴുതുക. അസന്നിധം, 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 അസന്നിധം എന്നത് ഇതും വരുന്ന ഏതാ? LDC ബൈ ട്രാൻസ്ഫർ 2007 ക്വസ്റ്റ്യനാണ്. ഇതെല്ലാം LDC ക്വസ്റ്റ്യനാണ് കേട്ടോ. നമുക്ക് ASMന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇത് നോക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാൻ നല്ല സാധ്യതയുണ്ട്. നമുക്കന്നിട്ട് ഇതിനകത്ത് ശരിയായ ഉത്തരം ഏതാണെന്ന് നോക്കാം. ശരിയായ ഉത്തരമായിട്ട് വരുന്നത് എന്താ? ഓപ്ഷൻ A ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത്. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരു മാർക്ക്, ഇതിനകത്ത് നിന്ന് ഒരു മാർക്ക് ഉണ്ടാവുമല്ലോ, ആ ഒരു മാർക്ക് നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ശരിയായ പദം ഏത്? അന്തഃഛിദ്രം, 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 അന്തഃഛിദ്രം. ഇങ്ങനെ 4 വേർഡുകളാണ് കൊടുത്തേക്കുന്നത്. ഇതിനകത്ത് ശരിയായ വാക്ക് അല്ലെങ്കിൽ പദം ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ശരിയായ പദം ഏതാണെന്ന് വെച്ചാൽ ഇതും LDC SR4 SC/ST കാറ്റഗറിയിൽ വരുന്നത്. SC/ST 2017 ക്വസ്റ്റ്യനാണ് ഇതും വരുന്നത്. ഇതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. ആൻസറായിട്ട് വരുന്നത് എന്താ? C ആണ്. അന്തഃഛിദ്രം അതായിരുന്നു ഇതിനകത്ത് ആൻസറായിട്ട് വരുന്നത്. ആൻസർ ഓപ്ഷൻ C ആണ്. ഇത് LDC ക്വസ്റ്റ്യനാണ്. നമുക്ക് ASMന് ഇനി ചോദിക്കുന്നതെല്ലാം LDC സിലബസ് അതുപോലല്ലേ നമുക്ക് ASM ചോദിച്ചേക്കുന്നത്. അന്നേരം ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കിയിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ഒരു മാർക്ക് നോക്കാം. ഇതിൻ്റെ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിപ്പം 10 ക്വസ്റ്റ്യൻസ് എല്ലാം ഉള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. എൻ്റെ ചാനലിൽ തന്നെ ഷോർട്സിൽ ഇതിൻ്റെ കുറേ ക്വസ്റ്റ്യൻസ് ഇട്ടേക്കാം. താല്പര്യമുള്ളവർ അതിൽ നോക്കിയാലും ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് കാണാൻ സാധിക്കും.